നമസ്കാരം. ഞാൻ വിജയാംബിക. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പ്രണയം ഉണ്ടാകുന്നത് എപ്പോൾ, എങ്ങനെ, അത് നമുക്ക് ജാതകം നോക്കി കണ്ടുപിടിക്കാം. ശുക്രദശാ കാലത്താണ് പ്രണയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. 7ാം ഭാവം കളർത്ത ഭാവമായതിനാൽ പ്രണയഭാവമായി കാണാം. ഒരാൾക്ക് പല കാരണങ്ങൾ കൊണ്ടും പ്രണയം ഉണ്ടാകാം. ഒരിക്കലും ചിന്തിക്കാത്ത ആൾക്കാർ പോലും പലപ്പോഴും പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോകാറുണ്ട്. 7ാം ഭാവത്തിൻ്റെ ലാഭസ്ഥാനമായ 5ാം ഭാവം പ്രണയഭാവമായി കാണാം. അതുകൊണ്ട് തന്നെ 7ാം ഭാവത്തിൻ്റെയും 5ാം ഭാവത്തിൻ്റെയും അധിപന്മാരോട് യോഗമോ ദൃഷ്ടിയോ ഉള്ള ഗ്രഹങ്ങളുടെ ദശയിലോ അപകാരത്തിലോ പ്രണയം ഉണ്ടാകാം. 5, 7 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാലത്തും പ്രണയം ഉണ്ടാകാം. പലപ്പോഴും ശനിദശയിൽ ബുധാപകാര കാലത്തും പ്രണയത്തിന് സാധ്യതയുണ്ട്. പലപ്പോഴും അവർ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉണ്ടാകാറുള്ളത്. 7 ചന്ദ്രനോ ശുക്രനോ നിൽക്കുന്നതോ 7 അവർ നോക്കുന്നതോ ചെയ്താൽ അനുരാഗം ഉണ്ട് എന്ന് പറയാം. ഈ യോഗത്തിന് പാപബന്ധമുണ്ടെങ്കിൽ അനുരാഗം തീവ്രമല്ല എന്ന് പറയേണ്ടി വരും. ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ അനുരാഗം തീവ്രമായിരിക്കും. 7ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി യോഗം ചെയ്തു നിന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ കാമുകഭാവം കൊണ്ട് നടക്കുന്നവൻ ആയിരിക്കും. 7ാം ഭാവത്തിൽ പാപന്മാർ നിൽക്കുമ്പോൾ ശുക്രന് രാഹുയോഗമോ ദൃഷ്ടിയോഗമോ വന്നാലും അന്യമതത്തിൽ നിന്ന് വിവാഹം ഉണ്ടാകും. 7ാമിടത്ത് വ്യാഴമോ ശുക്രനോ നിന്നാൽ സ്വജാതിയിൽ നിന്നും വിവാഹം ഉണ്ടാകും. 7ാം ഭാവാധിപതിക്ക് നല്ല ബലമുണ്ടെങ്കിൽ ധനമുള്ള കുടുംബത്തിൽ നിന്നും ഭാര്യയെ കിട്ടുന്നതാണ്. സ്ത്രീക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ധനമുള്ള കുടുംബത്തിൽ നിന്നും ഭർത്താവിനെ കിട്ടുന്നതാണ്. 7ാം ഭാവാധിപതിക്ക് ബലമില്ല എങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ദരിദ്ര കുടുംബത്തിൽ നിന്നും ആയിരിക്കും വിവാഹബന്ധം ഉണ്ടാകുക. 7 ശനി നിൽക്കുകയും അവിടേക്ക് മറ്റൊരു പാപൻ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ സ്ത്രീ കന്യകയായി ജീവിതം നയിക്കേണ്ടി വരുന്നതാണ്. 7 സൂര്യൻ നിന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും. 7 ചൊവ്വ നിന്നാൽ വൈദവ്യമാണ് വിധി. 7ാം ഭാവത്തിൻ്റെ മാരകസ്ഥാനമാണല്ലോ 8ാം ഭാവം. രാശിചക്രത്തിൽ മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും ആധിപത്യം ചൊവ്വയ്ക്കാണ്. അങ്ങനെ വരുമ്പോൾ ചൊവ്വയുടെ നിസർഗദശയിലോ അപകാരത്തിലോ ആയിരിക്കും വൈദവ്യം സംഭവിക്കാം എന്ന് പറയുന്നത്. 7ാം ഭാവത്തിൻ്റെ അഷ്ടം ആണ് 2ാം ഭാവം. ജാതകന്റെ സുഖം സന്തോഷം എല്ലാം 4ാം ഭാവം കൊണ്ട് പറയാം. തൻ്റെ 4, 2, 6 ഭാവങ്ങളിലെ പാപന്മാരുടെ ബന്ധമാണ് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അനുയോജ്യമല്ലാത്ത പ്രണയബന്ധങ്ങളിൽ കുടുങ്ങാതെ ഈശ്വരനെ പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്.